ചാർജ് ഷീറ്റ് കൊടുത്തത് ഡിവൈഎസ്പി റാസിഖാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. എത്ര പേർക്കുള്ള കുറ്റപത്രമായിരുന്നു താങ്കൾ സമർപ്പിച്ചത്? ഈ ഒരു പ്രതിയെ വെറുതെ വിടാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? ഈ കേസിൽ 3 പേർക്കെതിരെയാണ് ചാർജ് കൊടുക്കുന്നത്. അത് 1-ാം പ്രതിക്കെതിരെയുള്ള ചാർജ് പൂർണ്ണമായും കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2-ാം പ്രതിയുടെ കാര്യത്തിൽ മാത്രം കോടതി തെളിവിന്റെ അഭാവത്തിൽ അവരൊക്കെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. അത് കോടതി തെളിവ് വിലയിരുത്തിയതിൽ ഉണ്ടായ വിധിന്യായമാണ്. 3-ാം പ്രതിക്കെതിരെ തെളിവ് നശിപ്പിക്കുന്നതിനുള്ള കുറ്റം തെളിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലെ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നത് ഇത് കേരളത്തിലാണോ നടന്നത്, തമിഴ്നാട്ടിലാണോ നടന്നത് എന്നുള്ള ഡിസ്പ്യൂട്ട് ആയിരുന്നു പ്രധാനമായിട്ടും. അതിന് നമ്മൾ ഈ കേസ് ഞാൻ അന്വേഷണം ഏറ്റെടുത്ത ശേഷം അതിനകത്ത് കേസിലെ കേരളത്തിലാണ് ഇതിന്റെ സംഭവം നടന്നത്. കേരളത്തിൽ നിന്നും ഈ പയ്യനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് ഈ മാറ്റം നടത്തിയതെന്നുള്ളതിന്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് പോയ കേസാണ്. സുപ്രീം കോടതി വരെ പോയിട്ടും അതിനെ അവർക്ക് തിരിച്ച് ട്രയൽ കോടതിയിൽ വരികയും ട്രയൽ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയമാണ് നൽകിയത്. ഇതിൽ നമ്മൾ അന്വേഷണം നടത്തിയ കാരണം പ്രാഥമിക മെജോറിറ്റി അന്വേഷണം നടത്തിയത് നമ്മൾ ജോൺസണാണ്. അതിനുശേഷം സ്പീക്കർ സാർ അന്വേഷിച്ചു. തുടർന്ന് ഞാനാണ് കേസിന്റെ അന്വേഷണം നടത്തി. പിന്നെ ഏകദേശം 1 വർഷത്തോളം ആ പെൺകുട്ടിയുടെ ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പോവുകയും ഹൈക്കോടതികളിൽ പോയി ആ ബെയിൽ തടഞ്ഞു നിർത്താൻ മാക്സിമം ശ്രമിക്കുകയും എന്നാൽ നമുക്കത് കസ്റ്റഡി കിടന്ന് ആ കുട്ടിക്ക് അയാളുടെ ആ പ്രതിക്കെതിരെ നമുക്ക് അന്വേഷണം ട്രയൽ നടത്താൻ പറ്റിയില്ല. എങ്കിൽ പോലും നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തി പ്രോസിക്യൂഷൻ ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട വിനീത് സാർ അദ്ദേഹം അത് വളരെ കമ്മിറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് മാക്സിമം ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം കിട്ടുമെന്നുള്ളതിനാണ് പൂർണ്ണമായ വിശ്വാസം. പിന്നെ കൂടാതെ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഷാജഹാൻ അതുപോലെ തന്നെ നമ്മുടെ ആൽബിൻ, സതീശൻ, ഷിൻലാൽ അങ്ങനെ തുടങ്ങിയ നമ്മുടെ പാറശാല CA സജികുമാർ ഇങ്ങനെ പല ഇവരെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് ഇൻവെസ്റ്റിഗേഷന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും കൂട്ടായും എന്നാൽ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് നല്ലൊരു ശിക്ഷ കിട്ടുമെന്നാണ് നമുക്ക് ഉറപ്പാണ്. അതിനുള്ള എല്ലാ ഞാൻ ചാർജ് കൊടുത്തതിൽ നിന്നും നല്ല റിസൾട്ട് കിട്ടുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നു.